ചങ്ങായിമാരെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പ്രഭാഷണമാണ്. ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തിയ അതിമനോഹരമായ പ്രഭാഷണം. അദ്ദേഹത്തിന്റെ പേര് നവാസ് മന്നി പനവൂർ എന്നാണെന്ന് തോന്നുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്താണ് രസം എന്നറിയാം അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രഭാഷണമൊക്കെ ഉണ്ടല്ലോ, കാവി വസ്ത്രം ധരിച്ചിട്ട് വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന കുറച്ച് ഹിന്ദു നാമധാരികളായ സന്യാസിമാരല്ലേ, അവരും കുറച്ച് ക്രിസംഗി അച്ഛന്മാരുണ്ട്, അവരും കേട്ട് പഠിക്കണം. അദ്ദേഹത്തിന്റെ ഈ മനോഹരമായ പ്രഭാഷണത്തിന്റെ എവിടെയുണ്ടല്ല, സ്വന്തം മതപ്പെട്ട ഒരു ക്രൂരയായ യുവതി ചെയ്ത തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, തന്റെ മതത്തെ നല്ലതായി കാണിക്കാൻ വേണ്ടി വേറൊരു മതത്തെ കുറ്റപ്പെടുത്തുന്നുമില്ല. അദ്ദേഹം ഇന്നലെ നടത്തിയ ആ മനോഹരമായ പ്രഭാഷണത്തിൽ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം. കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കേൾക്കുക. പാവപ്പെട്ട ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മരണത്തിലെത്തിച്ച ഒരു പെണ്ണ്, കഷ്ടകാലമാണോ നഷ്ടകാലമാണോ ഒന്നും അറിയില്ല, സമുദായത്തിന്റെ പേരായി പോയി. ആ സഹോദരിയുടെ വസ്ത്രധാരണം നമ്മൾ കണ്ടു. ഇന്ന് വടകരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എവിടെന്നോ ഒരു സാധനം പറന്നിറങ്ങി തലയിൽ വീണു പറത. അങ്ങനെയാണ് എല്ലാ ആളുകൾക്കും അവസാനം പോലീസിന്റെ പിടിയിലാകുമ്പോൾ ഒരു പർദ്ദയുണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നറിയില്ല. ഈ പർദ്ദയോടുള്ള സ്നേഹമാണോ, പർദ്ദയെ പറിച്ചു ചീന്തലാണോ, ഇതൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും പർദ്ദ വന്നു. ഒരമ്മയ്ക്ക് എത്ര കിട്ടിയാലും മതി വരില്ല, തന്റെ മകനോളമാകില്ല. ആ മകൻ കോവിഡ് വന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ അമ്മയ്ക്ക് ഇത്ര നീറ്റൽ വരൂല. ആ മകൻ പോകുന്ന പോക്കിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വളഞ്ഞിട്ട് ആ മകനെ അടിച്ച് കൊന്നിരുന്നെങ്കിൽ, ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ കാണുന്നില്ലേ പശുവിന്റെ പേരിൽ തല്ലിക്കൊല, അതുപോലെ കൊന്നിരുന്നെങ്കിലും ഇത്രയും സങ്കടം അമ്മയ്ക്ക് ഉണ്ടാവൂല. ഒരു പെണ്ണ്, അതും അപമാനം, മനുഷ്യന്റെ ജീവൻ അവശേഷിക്കുന്നിടത്തോളം അപമാനഭാരം പേറി കഴിയാൻ ആ പാവപ്പെട്ടവന് കഴിയാതെ വന്നപ്പോ, അരുത്, നമുക്കെല്ലാത്തിനും വഴിയുണ്ടെന്ന് തന്റെ സതീർത്ഥ്യർ പറഞ്ഞു കൊടുക്കുമ്പോഴും ഇല്ല, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കയറിൽ തന്റെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുമ്പോൾ പുരുഷന്റെ പുരുഷന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സംസാരിക്കുന്നു. ശരിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, അടുത്ത സമയത്ത് ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, ഭാര്യയും ഭർത്താവും തമ്മിൽ പള്ളി കമ്മിറ്റി ഓഫീസിൽ, നമ്മുടെ പള്ളിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത്, അവിടെ അതിനെ പരിഹാരം കാണുക. പുരുഷന് സ്ത്രീക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇതിനെ ഉടക്കി പിരിച്ചു വിടാൻ എളുപ്പമാണ്, ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ എന്തായാലും പരിഹാരം, അങ്ങനെ പല രണ്ട് കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞതിനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള തത്വത്തിൽ എത്തിയപ്പോ പെണ്ണിനോട് ചോദിച്ചു, നിനക്കെന്താ പറയാനുള്ളത്? പെണ്ണിന് പറയാനുള്ളതൊക്കെ പെണ്ണ് പറഞ്ഞു. അപ്പൊ അവസാനം പുരുഷനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും, ഭർത്താവിനോട് ചോദിച്ചു, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ അയാൾ ദയനീയമായി പറഞ്ഞ ഒരൊറ്റ കാര്യം, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവള് ഇനി എന്നെ അടിക്കാൻ പാടില്ല, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ നിലയിൽ പ്രിയപ്പെട്ടവരെ, പല വീടുകളിലും പുരുഷന്മാര് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ എടുത്ത് പൊതുവായ ഒരു മേഖലയിൽ കൊണ്ടുവന്ന് പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈ പള്ളി നമ്മുടെ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ്, സമാന്തര സെക്രട്ടേറിയറ്റ് അല്ല. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയും സെക്രട്ടേറിയറ്റിന്റെ കഥയല്ല പറയുന്നത്, ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ്, ഈ നാടിന്റെ കോടതിയാണ്. എല്ലാം പള്ളിയിൽ ചെന്ന് പറ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പറഞ്ഞ പരിഹാരമാകുമെന്നതാണ്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇവിടുത്തെ പൊട്ടുതൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാലയണിഞ്ഞ മാതാവിന്റെ മകനും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ആ മൂന്ന് കൂട്ടവും ഇനി അതിനപ്പുറത്ത് മതമില്ല എന്ന് പറയുന്നവനും, അതിനപ്പുറത്ത് മനുഷ്യന്റെ അപ്പുറത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്ന് പറഞ്ഞെടുത്ത് അയൽവാസിയായ മനുഷ്യൻ എന്ന വാക്ക് നിങ്ങൾ കണ്ടില്ല. ഇന്ന് പലരും പറയുന്നത് എന്താണെന്നറിയോ, അയൽവാസി. പ്രിയപ്പെട്ട സ്നേഹിതൻ രാഹുൽ ഈശ്വർ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് കാര്യം പറയുന്നതിൽ അഭിമാനമുണ്ട്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല. ഈ ഹദീസ് പറഞ്ഞിട്ട് പലരും പ്രസംഗിക്കാറുണ്ട്, സഹോദരങ്ങളെ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്ന്, ഹിന്ദു എന്ന് പറഞ്ഞില്ല എന്ന്. ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ അങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം കൂടി പറയുന്നു, മനുഷ്യരെന്നും അവിടെ പറഞ്ഞില്ല, 40 വീടിന്റെ ചുറ്റളവ്, 4 ഭാഗത്ത് നിന്ന് 40 വീടിന്റെ ചുറ്റളവിൽ മനുഷ്യരല്ല. ഒരു കാക്ക വെള്ളം കിട്ടാതെ കിടന്നാൽ, ഒരു നായ വെള്ളം കിട്ടാതെ കിടന്നാൽ, നിന്റെ 40 വീടിന്റെ ചുറ്റളവിലാണോ ആ നായയുടെ കൂടുള്ളത്? ആ നായ താമസിക്കുന്ന ആ ഒരു ചെറിയ പ്രദേശം ഈ 40 വീടിന്റെ ചുറ്റളവിലാണോ? ആ നായയ്ക്ക് പട്ടിണി കിടക്കേണ്ടതിന്റെ പേരിൽ നീ റബ്ബിന്റെ മുമ്പ് സമാധാനം പറയണമെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് മാനവിക സന്ദേശമാണ് എപ്പോഴും ഉള്ളത്. അള്ളാഹുവിനെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്, സർവശക്തനായ ഏകനായ അള്ളാഹ്. ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത് മുസൽമാന്റെ റബ്ബെന്നല്ല, അഹ്ലുസുന്നത്തിന്റെ റബ്ബെന്നല്ല, മുജാഹിദിന്റെ റബ്ബെന്നല്ല, ജമാഅത്തിന്റെ റബ്ബെന്നല്ല, മുസൽമാന്റെ റബ്ബെന്നല്ല. പിന്നെ പറഞ്ഞെന്താണ്? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. രാഹുൽ ഈശ്വർ അടക്കമുള്ള മുഴുവൻ മതവിശ്വാസികളുടെയും, ലോകത്തുള്ള മതമില്ലാത്തവന്റെയും മനുഷ്യന്റെ റബ്ബ്. ഇതിനപ്പുറം എന്താ മാനവികത ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മുടെ ജീവനക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറഞ്ഞത് സ്വലാത്ത് ചെല്ലുന്നവന്റെ പ്രവാചകൻ എന്നല്ല,
സുന്നത്ത് ജമാഅത്തിന്റെ പ്രവാചകൻ എന്നല്ല, കാഫത്തൽ ലിന്നാസി, ജനങ്ങൾക്കാകമാനം നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്നാണ്. ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിന്റെയും പ്രവാചകനാണ്. നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ, ഇടത് കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും വലത് കയ്യിൽ പരിശുദ്ധ ഖുർആനെയും ചേർത്ത് വെച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന ഇന്ത്യയിലെ മുസൽമാൻ, ഈ ലോകത്ത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധവും പ്രമാണവും കാറ്റലോഗും അവന്റെ സർവസ്വവും അവന്റെ ഖുർആനാണ്. ആ ഖുർആനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മുസ്ലിമിന് മാത്രമുള്ള വേദഗ്രന്ഥം എന്നല്ല, ഹുദൽ ലിന്നാസി, ജനങ്ങൾക്ക് സന്മാർഗം കൊടുക്കുന്നതെന്നാണ്. അവിടെയും മാനവികത. നാലാമതായി നമ്മൾ 5 നേരം തിരിഞ്ഞ് നിസ്കരിക്കുന്ന പരിശുദ്ധ കഅബ, അത് ആർക്കാ? ഹാജിമാർക്കുള്ളതല്ല, ഹാജിയാർക്കുള്ളതെന്നല്ല പറഞ്ഞത്. വുളി അലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നുള്ളതാണ്. ഇനി ഈ കുറ്റിപ്പുറത്ത് തന്നെ കേൾക്കുന്ന മുസ്ലിം ഉമ്മാന്റെ മക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമർ. നമ്മളെ പറ്റി പറയുന്ന മേത്തന്മാരാണെന്നോ? മേത്തന്മാർ, മേത്തൻ എന്ന് പറഞ്ഞാൽ എന്താ? മേൽത്തരക്കാർ. അംതുമുൽ അഅ്ലഊൻ, നിങ്ങളാണ് മേൽത്തരക്കാർ. ആ മേൽത്തരക്കാർ എന്ന് പറയുന്ന നമ്മൾ, അള്ളാഹ് പറഞ്ഞത് നിങ്ങളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചവരല്ല, നിങ്ങളെ സുന്നികൾക്ക് വേണ്ടി നിയോഗിച്ചവരല്ല, നിങ്ങളെ മുജാഹിദിന് വേണ്ടി നിയോഗിച്ചവരല്ല. അള്ളാഹ് പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ. ഈ നാട് ഒരു ഹിന്ദു പട്ടിണി കിടന്നാൽ അവന്റെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഈ പള്ളി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഈ ഖിളർ മസ്ജിദിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമ്പോൾ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, ഈ പള്ളി ഞാനിതാ തുറന്ന് ഇതിന്റെ മുട്ടവല്ലി പറയുന്നു, പള്ളി ലോക മുസ്ലിമിന് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഇവിടുത്തെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിനകത്ത് വെച്ചാണ്. മദീനയിലേക്ക് കടന്നു വരുന്ന കണ്ണുകുടിഞ്ഞ കവളൊട്ടിയ വയറൊട്ടിയ എല്ലുണ്ടിയ കുറെ ആളുകൾ മുളർ ഗോത്രത്തിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷവും. അവര് നഗ്നപാതരാണ്, അവര് അരമുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. ആ പാവപ്പെട്ടവരുടെ വേഷവും കോലവും അവസ്ഥയും കണ്ടിട്ട് റസൂലുള്ള മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചു, നാളെ നിങ്ങൾക്ക് എന്ത് വരുന്നു എന്ന് നിങ്ങൾക്ക് അറിയൂല സഹോദര, അതുകൊണ്ട് വീട്ടിലേക്ക് പോയി നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോയി. ഇത് റിപ്പോർട്ട് ചെയ്ത ജരീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ തൂണിന്റെ പിന്നിൽ മാറി നിന്ന് നോക്കുമ്പോൾ സ്വർണ്ണത്തിന്റെ ഒരു വലിയ കൂമ്പാരം, വെള്ളിയുടെ കൂമ്പാരം, ഗോതമ്പിന്റെ കൂമ്പാരം, ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം, വസ്ത്രത്തിന്റെ കൂമ്പാരം, ഇങ്ങനെ ഒരുപാട് കൂമ്പാരങ്ങൾ ഞാൻ കണ്ടു മസ്ജിദുൻ നബവിയിലെ. ജനങ്ങൾക്ക് റസൂലുള്ള വീതിച്ചു കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി എല്ലാ നിലയിലും ബാങ്കുലിയും ശങ്കുലിയും അതുപോലെ മണിനാഥവും എല്ലാം മനോഹരമായി കേൾക്കുന്ന മഴവിൽ മനോഹാരിതയുടെ ഈ പരിശുദ്ധമായ നാട്ടിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന, സൂര്യാസ്തമയത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ പള്ളി നെഞ്ചോട് ചേർത്ത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും അതിനെ പവിത്രമായി കാണണമേ. സഹോദരങ്ങളെ, നമ്മൾ പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് പള്ളി ഉണ്ടാക്കാൻ അറിയാം. എത്ര പള്ളികളാ അൽഹംദുലില്ലാഹ് ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ബുൾഡോസറിന്റെ മുകളിൽ പള്ളികൾ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് പെയിന്റ് അടിക്കുകയും പുനർനിർമ്മാണം നടത്തുകയും പള്ളികൾക്ക് തറക്കല്ലിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിലയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മഴവിൽ മനോഹാരിതയുടെ സുന്ദരമായ തുരുത്താണ് കേരളം. വിവിധ സ്റ്റേറ്റുകളിൽ പള്ളികൾ, ചർച്ചുകൾ, താഴ്ന്ന ജാതിക്കാരുടെ അമ്പലങ്ങൾ JCBയുടെയും ബുൾഡോസറിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും മുകളിൽ ഇരിക്കുകയാണ്. അത് താഴോട്ട് വരുന്നില്ല. ആ നിലയിൽ വിവിധ സ്റ്റേറ്റുകളിലുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ അവരെ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് പള്ളിക്ക് ശിലയിടപ്പെടുന്നു, പള്ളിയെ പുനർനിർമ്മാണം നടത്തുന്നു, നവീകരിക്കുന്നു, ആ പള്ളിയെ സഹായിക്കാൻ ആളുണ്ടാവുന്നു, ആ പള്ളിയെ എല്ലാവിധ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായി നമുക്ക് കിട്ടുന്നു. അല്ലാതെ ആരും ഭയപ്പെടുത്തി പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ അല്ലല്ലോ ഖിളർ മസ്ജിദിന് നമ്മൾ NOC വാങ്ങിയത്. നമുക്ക് ഇവിടെ കിട്ടി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. ഈ സന്തോഷം അല്ലാഹു നമുക്ക് പരമ്പരകൾ കൂടി പകർന്നു കൊടുക്കാൻ അമ്പലവും ചർച്ചും പള്ളികളും നമ്മുടെ നാട്ടിലുണ്ടാകണം. കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലുള്ള മനോഹരമായ ചില കാഴ്ചകൾ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 10-25 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹൈന്ദവ പിന്നെ ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെയും കമാനം ഒന്നാണ്. എന്റെ നാട്ടില് 20 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്ന 2 സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്ന മലയോര പ്രദേശങ്ങളിൽ. ഒരു തൂണ് പള്ളിയുടെ, ഒരു തൂണ് അമ്പലത്തിന്റെ, രണ്ടിന്റെയും കമാനം സെന്ററിൽ വന്ന് നിൽക്കുന്നു. ഒന്നിൽ പച്ച, ഒന്നിൽ പിന്നെ മറ്റൊരു കളർ. ആ നിലയിൽ ഇങ്ങനെ ഹൈന്ദവന്റെയും മുസൽമാന്റെയും പള്ളികൾ അടുത്തുണ്ട് എന്ന് പറയത്തക്കവണ്ണം മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തിൽ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചകൾക്കും ശിലയിടുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും തടസ്സങ്ങളില്ല എന്നുള്ളിടത്താണ് നമുക്ക് അള്ളാഹു തന്ന ഈ നാട്ടിൽ ജനിക്കാനും ജീവിക്കാനും, മരിക്കേണ്ടി വന്നാൽ ഇവിടെ മരിക്കാനും നമുക്ക് അള്ളാഹു താല സൗഭാഗ്യം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ കണ്ടേണ്ടത്. അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ വെറുതെ നമ്മൾ അങ്ങ് പോവുകയല്ല. ഒരു പള്ളിയെ സമീപിക്കുമ്പോൾ എന്റെ മുസ്ലിം സഹോദരങ്ങളോട് ഞാൻ ഒരു അരമണിക്കൂർ സംസാരിക്കുകയാണ്. പെണ്ണുങ്ങളോടല്ല, പുരുഷന്മാരോടാണ്. സ്ത്രീകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവര് ചിന്തിക്കും, ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ പള്ളിയിൽ കേട്ടണ്ടേ, ഞങ്ങളുടെ പള്ളിയിൽ കേട്ടണ്ടേ. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞു, നിങ്ങൾ വെപ്രാളം വെക്കല്ലേ, നിങ്ങൾ നമ്മളെ പള്ളിയിൽ കൊണ്ടുവരും. നിങ്ങൾ വെപ്രാളം കാണിക്കരുത്, ധൃതി വെക്കരുത്. നിങ്ങളെ പള്ളിയിൽ ഞങ്ങൾ കൊണ്ടുവരും, അതിൽ ഒരു തർക്കമില്ല. പക്ഷെ നിങ്ങൾ ധൃതി വെക്കരുത്. നിങ്ങൾ ആരെയും പെട്ടെന്ന് പള്ളിയിൽ വരേണ്ട അവസ്ഥ അല്ലാഹ് വരുത്താതിരിക്കട്ടെ. ആരും ആമീൻ പറയില്ല. കാരണം എന്താ, അവർക്ക് സെക്രട്ടറി ആയെങ്കിൽ കൊള്ളാൻ ഒരു ആഗ്രഹത്തിൽ എപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ ചെയ്ത ദുആടെ ഉള്ളു നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ ഞങ്ങൾ പള്ളിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ചുറ്റുമൂലയിലും തഴവയിലും കുറ്റിപ്പുറത്തും പള്ളിക്കകത്ത് കൊണ്ടുവരാതെ ഏതെങ്കിലും സഹോദരിയെ ഖബർസ്ഥാനിൽ അടക്കിയിട്ടുണ്ടോ?
നമ്മൾ പള്ളി കൊണ്ടുവരൂലേ? അപ്പൊ നിങ്ങൾ ധൃതി വെക്കേണ്ട, നിങ്ങൾ നമ്മളെ കൊണ്ടുവരും. നിങ്ങൾ ഇപ്പോഴൊന്നും പള്ളി കയറ്റേണ്ട അവസ്ഥ വരുത്താതിരിക്കട്ടെ പടച്ചതമ്പുരാൻ. നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളെ അള്ളാഹു താല നേരെ വിട്ടത്. നാളെ ഇത് വിവാദമാവുന്ന എനിക്ക് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാർ പള്ളിയിലും പോകണം, മുസ്ലിം പെണ്ണുങ്ങൾ ലേബർ റൂമിലും പോകണം. നന്നായിട്ട് എനിക്കറിയാം വിവാദം ഉണ്ടാവുമെന്ന്, ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവ്വം തന്നെ പറയാൻ, തിരുത്തി പറയണമെന്നില്ല. മുസ്ലിമീങ്ങൾ പുരുഷന്മാര് പള്ളിയിലും പോകണം, പെണ്ണുങ്ങൾ ലേബർ റൂമിലും പോകണം. പക്ഷേ ഇതിന് മറ്റൊരർത്ഥം നിങ്ങൾ കൊടുക്കരുത്. ഞാൻ പറയുന്നത്, പുരുഷൻ ഒരു പുരുഷായി 63 വർഷക്കാലം ഖിളർ പള്ളിക്കകത്ത് ഇബാദത്തും എഴുത്തിക്കാഫിരുന്നാൽ കിട്ടുന്ന പുണ്യം നമ്മുടെ പാവപ്പെട്ട കുറ്റിപ്പുറത്തെ തഴവയിലെ ഒരു സഹോദരി തൊട്ടടുത്തുള്ള പേൽ ഹോസ്പിറ്റൽ അല്ലേ 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 സാർ, സ്റ്റാർ ഉണ്ട്, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ആശുപത്രിയിലെ ലേബർ റൂമിനകത്ത് പോയി ഒരു പ്രസവം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങളുടെ ഭർത്താവിന് ഒരു പുരുഷായുസ് പള്ളിക്കകത്ത് ഇബാദത്തെടുത്തതിനേക്കാൾ പുണ്യമാണ്. 5 നേരം നിസ്കാരമുള്ള നല്ല സാത്വികനായ ഒരു വാപ്പ, ആ വാപ്പാടെ മോൻ വന്നിട്ട് പിന്നെ നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ ഞാൻ ആരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ നബിയെ? ഉമ്മുക്ക നിന്റെ ഉമ്മയോട്. പിന്നെ ആരാ നബിയെ? ഉമ്മുക്ക നിന്റെ ഉമ്മയോട്. 3 വട്ടം നിന്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് സാത്വികനായ വാപ്പയുടെ സ്ഥാനം പറഞ്ഞത് പിന്നെ നിന്റെ വാപ്പയോട്. എത്രാമത്? 4ാമത്. കാരണം വാപ്പയ്ക്ക് പറ്റാത്ത 3 കാര്യങ്ങൾ ഉമ്മക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതും നമ്മുടെ നായകൻ, ഈ നാടിന്റെ അമരക്കാരൻ എഴുതി വെച്ചു. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവളാണേ, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണേ. ഈ 3 കാര്യം ഏതെങ്കിലും വാപ്പാക്ക് ചെയ്യാൻ പറ്റോ? വാപ്പാക്ക് വേണമെങ്കിൽ ഒരു പർവ്വതം ചുമന്നുകൊണ്ട് കൊടുക്കാൻ പറ്റും. പൂ ചോദിച്ച ഭാര്യയ്ക്ക് പൂ മരം കൊണ്ട് കൊടുക്കാൻ പറ്റും ഭർത്താവിന്. പക്ഷേ 9 മാസം 10 ദിവസം ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാൻ ഒരു വാപ്പാക്ക് പറ്റൂല. വാപ്പ വേണമെങ്കിലും നടു റോഡിൽ 100 പേരെ കുത്തി മലർത്തിയിട്ട് ധീരത തെളിയിക്കാൻ കഴിയും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പീഡനമേക്കുമ്പോഴും ഒരു തുള്ളി ചോര ചാലിട്ടൊഴുകുമ്പോഴും ഒരൽപ്പം പോലും മയങ്ങി വീഴാതെ തളരാതെ പിടിച്ചു നിൽക്കാൻ എന്റെ ഭർത്താവിന് കഴിയും. പക്ഷേ പേറ്റുനോവിന്റെ കുറച്ച് വേദന ഉണ്ടല്ലോ, അത് സഹിക്കാൻ ഒരു വാപ്പാക്കും പറ്റൂല. നമ്മളിട്ടൊരു പേരാണ് ഭാര്യ പ്രസവിച്ചു. എങ്ങനെ? സുഖപ്രസവം. ചോദിച്ചു നോക്കണം സുഖമാണോ അല്ലേ? നമ്മൾ എപ്പോഴും പറയുന്നത് സുഖപ്രസവം. എന്തൊരു സുഖമാണ്, ചോദിച്ചു നോക്കണം. ആ സമയത്ത് കയ്യിലെങ്ങും കിട്ടരുത്. അപ്പൊ ആ നിലയില് ഒരു പെണ്ണിന് പ്രസവ വേദന സഹിക്കാൻ പറ്റും. അള്ളാഹു ആ ഒരു രീതിയിൽ അവരുടെ ശരീരത്തെ അങ്ങനെ പാകപ്പെടുത്തിയിരിക്കാൻ. അത് ധീരനായ വീരനായ വില്ലാളി വീരനായ വിജിഗീഷുവായ നിന്റെ ഭർത്താവിന് കഴിയൂല. എന്തു മക്കൾക്ക് കൊടുക്കാൻ കഴിയും? മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി മരിച്ചു. ആ മരിച്ച കുട്ടിയുടെ കാരണം പറയുന്നത് 3 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില് സ്കൂളിൽ താൻ പുറകെ നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് 2 കോടി രൂപയുടെ വാഹനം അവളുടെ വീട്ടിലുള്ളത് കൊണ്ട് എനിക്ക് അവളെ പ്രണയിക്കണം, അതിന് എനിക്ക് 3 കോടിയുടെ വാഹനം നമ്മുടെ പോർച്ചിൽ വേണമെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കളെ നിർബന്ധിച്ച ഒരു മോന്റെ കഥ മിനിങ്ങാന്ന് ഞാൻ അറിഞ്ഞു. അവൻ പുറകെ നടക്കുന്ന ഒരു പെണ്ണ്, അവളുടെ വീടിന്റെ പോർച്ചിൽ 2 കോടി രൂപയുടെ ഒരു വണ്ടിയുണ്ട്. അപ്പൊ അവളെ അടിച്ച് വീഴ്ത്തണമെങ്കിൽ എന്ത് വേണം? ഇവന് അവളെക്കാല് സമ്പത്തുണ്ടെന്ന് തെളിയിക്കണം. അതിനും മാത്രം 3 കോടി രൂപയ്ക്കുള്ള വാഹനം വാങ്ങാൻ മാതാപിതാക്കളുടെ പിന്നാലെ നടക്കുന്ന ഒരു മകൻ. അത് വാങ്ങിക്കൊടുക്കാൻ ചിലപ്പോൾ നമ്മുടെ വാപ്പ എന്ന് പറയുന്നവരും കഴുതകൾക്ക് കഴിഞ്ഞേക്കാം. കാരണം മക്കളെ ആരും കേട്ടിട്ട് അങ്ങനെ നിന്ന് കൊടുക്കുമ്പോഴാണല്ലോ അബദ്ധങ്ങളിലേക്ക് മക്കൾ വീണ്ടും വീണ്ടും പോവുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, എന്തിനും കഴിയും. പക്ഷേ തന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഒരു തുള്ളി പാല് കൊടുക്കാൻ വാപ്പാക്ക് കഴിയോ? സ്തനപാനം നടത്താൻ ഉമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 3 പദവി കഴിഞ്ഞിട്ട് 4ാമത്തെ പദവി പറഞ്ഞു അബൂക്ക. ഇനി നിനക്ക് നിന്റെ ഉമ്മ എന്ത് ചെയ്യും അതൊക്കെ നിന്റെ വാപ്പാക്കും ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ 3 നിന്റെ ഉമ്മാക്ക് മാത്രമേ പറ്റുള്ളൂ. കണ്ട എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും അപരമത വിദ്വേഷമോ വെറുപ്പോ വിദ്വേഷമോ എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? മൊത്തം സ്നേഹം മാത്രം. എന്ത് സന്തോഷത്തോടെ, എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം മറ്റു മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ എത്രമാത്രം ബഹുമാനത്തോടു കൂടിയാണ് മറ്റു മതങ്ങളെ അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള പ്രഭാഷകരാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ടത്. അല്ലാതെ വിദ്വേഷം മാത്രം പറയുന്ന കുറച്ച് സന്യാസിമാരും കുറച്ച് ക്രിസ്തങ്കി അച്ഛന്മാരും അല്ല നമ്മുടെ നാട്ടിൽ വളരേണ്ടത്. ഇതുപോലുള്ള നല്ലവരായ പ്രഭാഷകരാണ് ഹിന്ദുവിനിടയിൽ നിന്നും ക്രൈസ്തവനിടയിൽ നിന്നും മുസ്ലിമിനിടയിൽ നിന്നും വളർന്നു വരേണ്ടത്. അതുകൊണ്ട് വർഗീയത മാത്രം പറഞ്ഞു നടക്കുന്ന ഒരുത്തനെയും ഒരാളും ഒരമ്പലത്തിലായാലും ശരി ഒരു പള്ളിയിലായാലും ശരി ഒരിക്കലും പ്രഭാഷണത്തിന് പിടിക്കാനേ പാടില്ല. അതുകൊണ്ട് സ്വന്തം മാത്തപ്പെട്ടവർ എന്ത് തെറ്റ് ചെയ്യുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ചില പ്രഭാഷകരുണ്ട്, ചില വർഗീയ പ്രഭാഷകർ. അവരൊക്കെ ഉണ്ടല്ല ഇദ്ദേഹത്തെ കണ്ട് കുറച്ചെങ്കിലും ഒന്ന് പഠിക്കണം കേട്ടോ. അപ്പോൾ മനോഹരമായി സംസാരിച്ച അതിമനോഹരമായി സംസാരിച്ച നവാസ് മന്നി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.